ഇത് പറയുന്നതെല്ലാം ചിലപ്പോൾ ഊഹങ്ങളുമായിരിക്കാം. പക്ഷെ സത്യം അറിയാൻ ഇതിനകത്ത് നിൽക്കുന്നവർക്ക് ആഗ്രഹമുണ്ട്. ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ നമ്മളും അതനുസരിച്ച് പ്രതികരിക്കുമല്ലോ. ഒരു പക്ഷേ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ കട്ടവനെ ജനങ്ങളുടെ മുന്നിൽ ഇവൻ കട്ടവനെന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അതാണ് NDAയുടെ ഒരു ആവശ്യം. കേരള കാമറാജ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും NDAയുടെ വൈസ് ചെയർമാനുമായ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ കുറേ കാലമായി NDA യോഗം വിളിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നേതൃത്വം സംസാരിച്ചിരുന്നു. എന്താണ് അവർ നൽകുന്നൊരു മറുപടി? ഈ ഇലക്ഷന് ശേഷം നിരവധി വിവാദങ്ങളുണ്ടല്ലോ. അതിൽ ശരിയും തെറ്റുമെന്നും അറിയില്ല. എന്നാലും NDAയിലെ 6 ഘടകകക്ഷികൾ ഒന്നിച്ചു കൂടിയിട്ട് കഴിഞ്ഞ മാസം 16-ാം തീയതി ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ. ഇന്ന് 30 കഴിഞ്ഞു. ഇതുവരെ വിളിച്ചിട്ടില്ല. ഈ ജനങ്ങളുടെ ഇടയിൽ പൊതുസമൂഹം പൊതുവെ സംശയനിഴലിൽ നിർത്തിയിരിക്കുന്നു പല കാര്യങ്ങൾ. അവർക്കുള്ള തെറ്റിദ്ധാരണ മാറണം. അതിന് NDAയിൽ ചർച്ച ചെയ്യണം. NDAക്കകത്ത് മൊത്തം മോശമായിട്ടുള്ള ഒരു അഭിപ്രായം വന്നു. കാരണം BJPയിലാണ് സംഭവിച്ചതെങ്കിലും NDAയിൽ കൂട്ടത്തിരിക്കുന്ന എല്ലാ കക്ഷികൾക്കും ഒരേപോലെ നാണക്കേടായി. അത് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. ഇതൊരു എല്ലാ ഇലക്ഷനും ഫണ്ട് എല്ലാ പാർട്ടിക്കും ഒക്കെ ഫണ്ട് വരാറുണ്ട്. അതൊന്നും വലിയ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. അതിൽ തട്ടിപ്പ് നടന്നു വന്നിട്ടുണ്ടെങ്കിൽ തട്ടിച്ച ആളുകളെ മുഖ്യധാരയിൽ കൊണ്ടുവരണം, അവരെ ഒഴിവാക്കണം. ആ കാര്യത്തിൽ സംശയമല്ല. തട്ടിപ്പ് നടന്നു വന്ന് അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷനെ വെച്ചു എന്ന് മീഡിയ പറയുന്നു, അത് നിഷേധിക്കുന്നു. അങ്ങനെ ഒരു തട്ടിപ്പ് അന്വേഷിക്കാൻ കമ്മീഷനെ വച്ചിട്ടുണ്ടെങ്കിൽ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് വെളിച്ചത്ത് വരണം. അതിൽ കുറ്റവാളി മാത്രം പുറത്താക്കപ്പെടണം. വലിയ തെറ്റ് ഞാൻ കാണുന്നത് പറയുന്നത് ഈ കൊടി വിവാദം ഇതിൽ പറയുന്നു. എല്ലാ പാർട്ടിക്കാരും അവരുടെ കൊടി പവിത്രമാണ്. ആ കൊടിയിലും ചൂഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിക്കണ്ടേ? അതൊക്കെ പുറത്തു വരണ്ടേ? അതൊക്കെ പുറത്തു വരണം, അന്വേഷിക്കണം. ഉടനെ തന്നെ ഘടകകക്ഷികളുടെ മീറ്റിംഗ് NDAയുടെ മീറ്റിംഗ് വിളിക്കണം, അതിൽ ചർച്ച ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇപ്പോൾ ഈ പലപ്പോഴും തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഘടകകക്ഷികൾ ഒപ്പം നിർത്തുകയും അല്ലാത്തപ്പോൾ പൂർണ്ണമായും NDA BJPയുടെ കയ്യിൽ ആകുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ ഉള്ളത്? അല്ല, NDA മീറ്റിംഗ് വിളിക്കുകയും ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഈ വിഷയത്തിൻ്റെ ഒരു മീറ്റിംഗ് വിളിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ വിഷയം പല വിഷയങ്ങൾ പല മീഡിയയിലൂടെ നമ്മൾ കേൾക്കുന്നു. ഞങ്ങളുടെയും പലരും ചോദിക്കും, നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കും അറിയണ്ടേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 6-7 കക്ഷികൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് അതിനകത്ത് സംസാരിക്കാൻ വേണ്ടി പ്രസിഡന്റ് ഒരു കത്ത് കൊടുത്താൽ ഇന്നലെ 30 ദിവസം കഴിഞ്ഞിട്ടും അതിനൊരു മറുപടിയോ വിളിച്ചു കൂട്ടാനോ തയ്യാറാകാത്തത് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നുള്ളതേ എനിക്ക് തോന്നുന്നുള്ളൂ. പ്രശ്നങ്ങൾ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്യണം. അതിൽ നിന്ന് ഒളിച്ചോടേണ്ട ആവശ്യം ആർക്കും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവുകൾ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് BJP നൽകിയിട്ടുണ്ടോ? ഇല്ല, അതിനാണ് ചർച്ച വിളിക്കണമെന്ന് പറഞ്ഞത്. ഒരു വിശദീകരണവും അത് നടന്നെന്നോ നടന്നില്ലെന്നോ ഉള്ള കാര്യം അറിയില്ല. നടന്നിട്ടുണ്ടോ എന്നും അറിയില്ല, നടന്നില്ല എന്ന് പറയുന്നുമില്ല ഞാൻ. കാരണം നമുക്ക് വ്യക്തമായ ഒരു തെളിവില്ല. ഈ സാമ്പത്തികപരമായ ഇടപാടുകൾ എല്ലാം BJP തന്നെയാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അതിലെന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ തിരുത്തണം. വീണ്ടും ഇനി 2 വർഷം കഴിഞ്ഞ ഇലക്ഷൻ അല്ലേ, 3 വർഷം. അപ്പോൾ അത് തിരുത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഇതുപോലെ NDAക്ക് അകത്ത് തിരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കത്ത് കൊടുത്തു. 1 മാസം കാത്തിരുന്ന് ഒരു പ്രതികരണം ഇല്ലാതെ വന്നപ്പോൾ പ്രതികരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ താങ്കളുടെ പാർട്ടി മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ആവശ്യപ്പെട്ട സീറ്റ് അവർ നൽകുന്നില്ല. പിന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ തന്നെ മാറി നിൽക്കുന്നു. ഇത്തരത്തിൽ പലപ്പോഴും അവഹേളനങ്ങളാണോ ഈ NDAയുടെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വരുന്നതെന്നുള്ള ഒരു ആശങ്കയുണ്ടോ? ഈ ചില പുതിയ കക്ഷികൾ വരുമ്പം പഴയ ആളുകളെ മറക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്ന് ഞാൻ അന്നേ വെളിപ്പെടുത്തിയല്ലോ. അത് ആവർത്തിക്കുന്ന അത് വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ചില ഘടകകക്ഷികൾ വന്നു, ഇപ്പോൾ 2020 വന്നു, ഒരുപാട് സീറ്റുകൾ അവർക്കും കിട്ടി, പ്രധാന സ്ഥാനങ്ങൾ കൊടുത്തു. അതിലും വിവാദങ്ങൾ ഇതാ പറയുന്നു. അതിലും മാരാറോ അങ്ങനെ ആരോ ഇപ്പോൾ പുറത്തെന്തൊക്കെ പറയുന്നുണ്ട്. ഇത് പറയുന്നതെല്ലാം ചിലപ്പോൾ ഊഹങ്ങളുമായിരിക്കാം. പക്ഷെ സത്യം അറിയാൻ ഇതിനകത്ത് നിൽക്കുന്നവർക്ക് ആഗ്രഹമുണ്ട്. ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ നമ്മളും അതനുസരിച്ച് പ്രതികരിക്കുമല്ലോ. ഒരു പക്ഷേ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ കട്ടവനെ ജനങ്ങളുടെ മുന്നിൽ ഇവൻ കട്ടവനെന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അതാണ് NDAയുടെ ഒരു ആവശ്യം. തെരഞ്ഞെടുപ്പിന് ശേഷം BJP നേതാക്കളൊക്കെ തന്നെ ബന്ധപ്പെടുകയോ എന്തെങ്കിലും ചർച്ചകളിലേക്കൊക്കെ പോയിരുന്നു? പിന്നീട് അല്ലല്ല, ചർച്ചകളുണ്ടായിരുന്നു, ഉപേക്ഷിച്ച് ചർച്ച തന്നെ ഉണ്ടായിരുന്നു, മീറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ വിവാദം വന്നതിന് ശേഷം നമ്മൾ കൂടിയില്ല. ഉടൻ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കാം.
അല്ല, ഉറപ്പായിട്ട് വിളിക്കും. അത് ഇപ്പോൾ നമ്മൾ 30 ദിവസം കാത്തിരുന്ന കത്തും അവരുടെ തിരക്കുണ്ടായിരിക്കാം, ഉടൻ വിളിക്കും. എന്നാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിനുശേഷം 1 മാസത്തിന് മുമ്പേ നൽകിയ കത്താണ് NDA യോഗം വിളിക്കുന്നത്. പക്ഷേ ഇതുവരെ വിളിക്കാൻ ചേർത്തില്ല. അക്കാര്യമാണ് ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മീഡിയ വണ്ണുമായി പങ്കുവച്ചിരിക്കുന്നത്.